Hi friends, Daesh ആണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഹോണ്ടയുടെ 350cc ആയ ഹൈനസ് ആണ്. ഈ ഒരു ബൈക്ക് നമുക്കിന്ന് ഡീറ്റെയിൽഡ് ആയി കാണാം. എൻ്റെ പേര് മുഹമ്മദ് ഫാസിൽ. ഞാൻ മലപ്പുറം ഡിസ്ട്രിക്റ്റിലുള്ള എടവണ്ണ എന്ന സ്ഥലത്താണ് വീട്. ഇത് ഇന്നലെ ഡെലിവറി എടുത്ത വണ്ടിയാണ്. ഏകദേശം 158 കിലോമീറ്റർ ഓടി. നല്ല പെർഫോമൻസ് ആണ്, വൈബ്രേഷൻ ഇല്ല. ഈ ഒരു ബൈക്ക് ഹോണ്ട ഇറക്കിയത് ട്രാക്ഷൻ കൺട്രോളോട് കൂടിയാണ്. ഹോണ്ട സ്റ്റെബിലിറ്റി ട്രാക്ഷൻ കൺട്രോളർ HSTC എന്നുള്ള ടെക്നോളജി യൂസ് ചെയ്താണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഈ ഒരു സിസ്റ്റം നമുക്ക് ഓഫ് ചെയ്യാനുള്ള ഒരു ബട്ടൺ കൂടെ ഹോണ്ട ഇതിന് കൊടുത്തിട്ടുണ്ട്. ചരലിലൊക്കെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ടൈമിൽ ബാക്കിൽ വീല് സ്പിൻ ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യാം എന്നാണ് ഇതിനൊരു പ്രത്യേകത വരുന്നത്. ഈ ഒരു ഭാഗത്തൊരു ബട്ടണാണ് വരുന്നത് ഇതിൻ്റെ ഓൺ ഓഫിന് വേണ്ടിയിട്ട്. ഒരു ലൈറ്റ് ഇൻഡിക്കേഷൻ കൂടെ ആ ഒരു മീറ്റർ പാനലിൽ വരുന്നുണ്ട് നമുക്ക്. വേറെ നമ്മളിതിൽ നോക്കുകയാണെങ്കിൽ സ്പീഡോമീറ്റർ വരുന്നത് ആനലോഗിലാണ്. നല്ല വിസിബിലിറ്റി ഉള്ള ഒരു സിമ്പിൾ ഡിസൈനാണ് ആ ഒരു ഭാഗങ്ങൾക്കെല്ലാം കമ്പനി കൊടുത്തിരിക്കുന്നത്. ഈ ശ്രേണിയിലെ മറ്റുള്ള വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് വരുന്ന മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സൈലൻറ്റ് എൻജിനാണ്. വൈബ്രേഷൻ വളരെ കുറവാണ്. 15 ലിറ്ററാണ് ഈ വാഹനത്തിൻ്റെ ടാങ്ക് വരുന്നത്. ഈ ടാങ്കിൻ്റെ മുകൾ ഭാഗങ്ങളായിട്ട് PPF ചെയ്താണ്, 3Mൻ്റെ PPF എന്ന് പറയുന്ന ടെക്നോളജി ചെയ്താണ്. 4000 രൂപയാണ് അതിന് ചാർജ് വന്നത്. റൈറ്റ് സൈഡിലായിട്ട് ബൈക്കിൻ്റെ ഓഫ് ബട്ടണിൽ തന്നെയാണ് ആ സ്റ്റാർട്ടിങ് വരുന്നത്. താഴെയുള്ളത് സ്റ്റാർട്ടിംഗ് ആണ്. അതിന് താഴെയായിട്ട് ഒരു ഹസാർഡ് ലൈറ്റും വരുന്നുണ്ട്. ഹോണ്ട ഈ ഒരു വാഹനത്തിന് കൊടുത്ത ഹെഡ്ലൈറ്റ് 2 സെക്ഷനുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതാണ് പാസ് ലൈറ്റ് വരുന്നത്. കൂടാതെ ഇൻഡിക്കേറ്ററിൽ ഒരു DR ലൈറ്റ് കൂടെ വരുന്നുണ്ട്, റൗണ്ട് ലൈറ്റ്. പിന്നെ ഇതാണ് ഹസാർഡ് ലൈറ്റ് വരുന്നത്. ക്ലാസിക് ടച്ചിന് വേണ്ടിയിട്ട് ഫ്രണ്ടിലെ മഡ്ഗാർഡ് ഒരു ക്രോം ഫിനിഷിങ്ങിലാണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബൈക്കിൻ്റെ ഇൻഡിക്കേറ്റർ ഹോൺ എല്ലാം ഈ ഒരു ഭാഗത്താണ് വരുന്നത്. കൂടാതെ ഡിമ്മ് ബ്രൈറ്റ്, ഹെഡ്ലൈറ്റിൻ്റെ ഡിമ്മ് ബ്രൈറ്റ് ഇവിടെയാണ് ബട്ടൺ വരുന്നത്. ഈ ഒരു ബൈക്കിന് ഹോണ്ട കൊടുത്തിരിക്കുന്നത് ജപ്പാൻ കമ്പനിയായ നിസിൻ്റെ ബ്രേക്ക് പാഡുകളാണ്. ഫ്രണ്ടിൽ വരുന്നത് 310 mm ഡിസ്ക് ബ്രേക്കാണ്. ബാക്കിൽ 240 mm ഡിസ്കും യൂസ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഡ്യുവൽ ചാനൽ ABS കൂടെ ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകതയാണ്. ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിനെ പറ്റി പറയാനാണെങ്കിൽ 348.36 cc എഞ്ചിനാണ് ഈ വാഹനത്തിന് വരുന്നത്. പക്ഷേ നമുക്ക് അത്രയും സൈസുള്ളൊരു എഞ്ചിനായിട്ട് ഈ ഒരു വാഹനം തോന്നില്ല. ചെറിയ ഒരു സ്പേസ് മാത്രമാണ് ഈ ഒരു എഞ്ചിന് വേണ്ടിയിട്ട് കമ്പനി യൂസ് ചെയ്തിരിക്കുന്നത്. അത് പുറത്തേക്ക് ബൾജ് ചെയ്യുന്ന രീതിയിലുമല്ല കൊടുത്തിരിക്കുന്നത്. എല്ലാം ആ ഒരു സ്പേസിൻ്റെ ഉള്ളിൽ സെറ്റാണ്. കുഴപ്പമില്ലാത്തൊരു പെയിൻറ്റ് ക്വാളിറ്റിയിലാണ് വാഹനം ഇറക്കിയിരിക്കുന്നത്. Highness CB350 എന്നുള്ള ഒരു ബാഡ്ജിങ് അവിടെ വരുന്നുണ്ട്. നല്ലൊരു എക്സോസ്റ്റിൻ്റെ സൗണ്ടാണ്. ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് അത് കേൾപ്പിച്ചു തരാം. എൻജിനെല്ലാം ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. അതിൽ ചെറിയ ക്രോം ആഡ് ചെയ്തിട്ടുണ്ട് മാത്രം. കുഴപ്പമില്ലാത്തൊരു കുഷനോട് കൂടിയ സീറ്റ് ഈ ഒരു ബൈക്കിന് ഹോണ്ട കൊടുത്തിട്ടുണ്ട്. ഈ ഒരു നമ്പർ പ്ലേറ്റിന് മുകളിലായിട്ട് ഒരു ലൈറ്റ് വരുന്നുണ്ട് നമ്പർ പ്ലേറ്റിന് വേണ്ടിയിട്ട്. ഈ ബ്രേക്ക് ലൈറ്റിൻ്റെ ഡിസൈൻ നമ്മൾ എവിടെയൊക്കെയോ കണ്ട ഒരു ഡിസൈനായിട്ട് നമുക്ക് തോന്നാം. ഇൻഡിക്കേറ്റർ റൗണ്ട് ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിലും ബാക്കിലും അലോയ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിൽ 19 ഇഞ്ചിൻ്റെ 100/90 ടയറും ബാക്കിൽ 18 ഇഞ്ചിൻ്റെ 130/70 ടയേഴ്സുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. $240 ഡിസ്ക്കാണ് ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ. പിന്നെ ഈ ഒരു ഭാഗത്താണ് ചെയിൻസ് പോക്കറ്റ് എല്ലാം വരുന്നത്. ചെയിൻസ് പോക്കറ്റ് എല്ലാം ഒരു ഓപ്പൺ ടൈപ്പ് തന്നെയാണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കേസുകളൊന്നുമില്ല. ഈ ഒരു ഭാഗത്താണ് വണ്ടിയുടെ ബാറ്ററി വരുന്നത്. ഒരു കീ ഉപയോഗിച്ച് തുറക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ വാഹനത്തിന് 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ഡിസൈൻ നമുക്ക് ഇവിടെ കാണാം. ഒരു നല്ല രീതിയിൽ ഫ്ലോ ഉള്ള ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഗിയർ പൊസിഷൻ എന്ന് വരുന്നത് താഴേക്ക് ഫസ്റ്റ്, പിന്നെ ന്യൂട്രൽ, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്.
ഈ ഒരു മീറ്റർ നോക്കുകയാണെങ്കിൽ കുറച്ച് ഫീച്ചേഴ്സോട് കൂടിയാണ് വരുന്നത്. ഈ ഒരു ബട്ടൺ ഞെക്കുന്നതിനനുസരിച്ച് നമുക്ക് കിലോമീറ്റർ കിട്ടും, ട്രിപ്പ് കിട്ടും. കൂടാതെ ഫ്യൂവലിൻ്റെ ഇൻഡിക്കേഷൻ ഇതിൽ വരുന്നുണ്ട്. ഈ ഫ്യൂവൽ ഉപയോഗിച്ച് എത്ര കിലോമീറ്റർ റൺ ചെയ്യാം എന്നുള്ള ആ ഒരു എഫിഷ്യൻസി കൂടെ നമുക്കിതിൽ കാണിച്ചു തരും. മാത്രമല്ല നമ്മുടെ ഗിയറിൻ്റെ പൊസിഷൻ, ന്യൂട്രൽ, ഫസ്റ്റ് അങ്ങനെയുള്ള ആ ഒരു പൊസിഷൻസ് എല്ലാം നമ്മൾക്ക് ഇതിൽ കാണിക്കും. ഈ മീറ്ററിന് താഴെയായിട്ട് ഒരു മൊബൈൽ ചാർജിങ് സ്ലോട്ട് കൂടെ വരുന്നുണ്ട്. ടാങ്കിലെ പെയിൻറ്റ് പ്രൊട്ടക്റ്റിംഗ് ഫിലിമിൻ്റെ ആ ഒരു റേഞ്ച് നമുക്കിവിടെ കാണാം. ചെറിയൊരു പെർഫെക്ഷൻ കുറവുണ്ട് ആ സൈഡുകളിലൊക്കെ വരുമ്പോൾ. പിന്നെ ഈ വാഹനത്തിൻ്റെ മിററൊക്കെ നല്ല ക്വാളിറ്റി മിറേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. കമ്പനി നമുക്ക് ഹെൽമെറ്റ് പ്രൊവൈഡ് ചെയ്യും. പക്ഷേ ഇത് കുറച്ച് അഡീഷണൽ ആയിട്ട് കാശ് കൊടുത്തതിന് ശേഷം നമ്മുടെ ഇഷ്ടത്തിനുള്ളത് വാങ്ങുന്നതാണ്. അപ്പോൾ നമുക്ക് ഹോണ്ടയുടെ 350 ബൈക്കുമായിട്ട് കുറച്ച് ദൂരം ഒന്ന് പോയി നോക്കാം. ഈ ഒരു സെൻറ്റർ സ്റ്റാൻഡിലെ പൊസിഷനിൽ ഇരിക്കുമ്പോൾ കുറച്ച് നല്ല ഹൈറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു ഷോട്ട് മിസ്സായി. നമുക്ക് ഒന്നുകൂടെ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. എല്ലാവരും ഈ ഒരു വണ്ടിയിൽ ഉറ്റുനോക്കുന്ന ഒരേ ഒരു കാര്യമാണ് വൈബ്രേഷൻ. ഈ ഒരു വാഹനത്തിന് വൈബ്രേഷൻ വളരെ കുറവാണ്. ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്ന മറ്റു വാഹനങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വൈബ്രേഷൻ തീരെ ഇല്ല എന്ന് തന്നെ പറയാം. മാത്രമല്ല ഹോണ്ടയുടെ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്നും വിശ്വാസമുള്ള ഒരു എഞ്ചിനാണ്. ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ 5500 RPM 20.8 bhp പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 3000 RPM 30 Nm ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. BS6 സ്റ്റാൻഡേർഡിലാണ് ഈ ഒരു വാഹനം വരുന്നത്. സീറ്റ് ഹൈറ്റ് വരുന്നത് 800 mm ആണ്. 166 mm ഗ്രൗണ്ട് ക്ലിയറൻസും 1441 mm വീൽ ബേസും ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട്. ഇനി ഈ ഒരു വാഹനത്തിൻ്റെ ഗിയറിൻ്റെ ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നല്ല പക്ക സ്മൂത്തായിട്ട് തന്നെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഗിയേഴ്സാണ് എല്ലാം. അനായാസമായി മാറ്റാൻ കഴിയുന്ന സ്ലിപ്പർ ക്ലച്ചുകളാണ് വാഹനത്തിൽ. ഈ ഒരു ബൈക്ക് നിർത്തിയിട്ടതിന് ശേഷം ന്യൂട്രൽ പൊസിഷനിലേക്ക് വളരെ കൂളായിട്ട് തന്നെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു. ബാക്കിൽ ട്വിൻ ഹൈഡ്രോളിക് സസ്പെൻഷനും ഫ്രണ്ടിൽ ടെലിസ്കോപ്പിക് ഫോർക്കും ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട്. ഇനി നമുക്ക് പറയാനുള്ളത് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസാണ്. 2 മോഡലിൽ ഈ ഒരു വാഹനം ഹോണ്ട പുറത്തിറക്കിയിട്ടുണ്ട്, DLX ആൻഡ് DLX Pro. DLXന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 2,21,881 രൂപ. DLX Proയ്ക്ക് വരുന്നത് 2,27,625 രൂപ. ഇത് തമ്മിൽ വരുന്ന വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ DLX Proയിൽ ഹോണ്ട സ്മാർട്ട് ഫോൺ വോയിസ് കൺട്രോൾ സിസ്റ്റം HSVCS എന്ന് പറയുന്നതും ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ ടാങ്കിൻ്റെ കളർ ഒരു ഡ്യുവൽ ടോണിലാണ് കമ്പനി DLX 2വിന് കൊടുക്കുന്നത്. ഏതായാലും DLX 2 എന്നുള്ള വാഹനം ബ്രദറിനിൽ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. കഴിയുമെങ്കിൽ നമുക്ക് ആ വാഹനമായിട്ട് വീണ്ടും വരാം. 350cc നല്ലൊരു ഓപ്ഷനാണ് ഹോണ്ടയുടെ Highness എന്ന് പറയുന്നത്. ഓടിക്കുന്ന സമയത്ത് വലിയൊരു വാഹനം എന്നുള്ളൊരു ഫീലൊന്നും നമുക്ക് വരുന്നില്ലെങ്കിൽ കൂടെ നല്ലൊരു ഡ്രൈവിംഗ് കംഫോർട്ടും നല്ലൊരു സ്റ്റെബിലിറ്റിയും ഈ ഒരു വാഹനം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ എല്ലാവരും ഒരു വാഹനം എടുക്കുന്നതിന് മുമ്പേ എനിക്ക് പറയാനുള്ളൊരു അഭിപ്രായം, നമുക്കത് ഓടിച്ച് നമുക്ക് അനുയോജ്യമായൊരു വാഹനമാണ് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം എടുക്കാം. അല്ലാതെ നമ്മളിപ്പോൾ ഒരു വേറൊരാളുടെ അഭിപ്രായങ്ങളോ വ്ളോഗോ കണ്ടതിന് ശേഷം എടുക്കുമ്പോൾ നമ്മളുടെ ഒരു ഫീച്ചേഴ്സുമായി ചിലപ്പോൾ അത് ചേരാതെ വരും. അതുകൊണ്ട് നമ്മുടെ ബഡ്ജറ്റിനും നമ്മുടെ ആവശ്യങ്ങൾക്കും യോജിക്കുന്ന ഒരു വണ്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും എടുക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതുപോലുള്ള വീഡിയോ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ വീണ്ടും
വേറൊരു വീഡിയോയിൽ കാണാം. ഗിയർ നമുക്ക് ഈസി ആയിട്ട് തന്നെ ന്യൂട്രലിലേക്ക് ഇടാം. മാത്രമല്ല ഇതിൻ്റെ ഒരു സൈഡ് സ്റ്റാൻഡിന് ഒരു ഇൻഡിക്കേഷൻ കൂടെ വരുന്നത്.